ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റോ റൈറ്റോ എടുക്കണം, നിങ്ങൾ ഡ്രൈവ് ചെയ്യണല്ലോ. ഉം. ലെഫ്റ്റോ റൈറ്റോ എടുക്കണമെങ്കിൽ നിങ്ങൾ ടേൺ ചെയ്യണല്ലോ. ആ. അപ്പൊ ഒരു ടയർ മാത്രം തിരിയൂല. ഏത് ടയർ ആയിരിക്കും അത്? തിരിയാത്ത ടയർ ഏതാണെന്നാണ് ചോദ്യം അല്ലേ? സ്റ്റെപ്പിനി. വേഗം കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു ദൂരം ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് എന്റെ അടുത്ത് വരരുത്. കാരണം ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഐഡിയ ആണ്. ഐഡിയോളജി എന്ന് പറയുന്നത് അഭാരാണ്. ഓക്കെ, അടുത്ത പറഞ്ഞേ. തിരിയാത്ത സ്റ്റാരിങ് തിരിയൂ. എയും ടിയും ചേർന്നാൽ എന്താ? അല്ല, എയും ടിയും എ ടി അല്ല, എ ടിയും അല്ല, എയും ടിയും. ടി ആണല്ലേ? ടി ഇ എ അല്ല. ഏല് ടി മുങ്ങും. എയും ടി എങ്ങനെ ജോയിൻ ചെയ്യും? എയും ടിയും ജോയിൻ ചെയ്യും. സമ്മതിക്കാനൊരു ഈഗോ ഹേർട്ട് ആവുന്നുണ്ടോടാ? ഞങ്ങൾ ക്ഷത്രിയർ തോൽക്കാറില്ല. ഞങ്ങള് ക്ഷത്രിയർ തോൽക്കൂല. ഞങ്ങള് നോളജ് കൂടുതലായിട്ട് നേടുകയാണ് ചെയ്യാ. പറയും, ഞാൻ നോളജ് നേടട്ടെ. എന്താ പറഞ്ഞേ? എ ആൻഡ് ടി ജോയിൻ ചെയ്യുമ്പോ നല്ലേ പറഞ്ഞേ. എയും ടിയും ജോയിൻ ചെയ്യുമ്പോഴാണ് അതിലൂടെ ആന് വരുന്നത്, കണ്ണ് വരുന്നത്. എയും ടിയും ജോയിൻ ചെയ്യുമ്പം എ ആൻഡ് ടി എന്നല്ലേ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാ? എ ആൻഡ് ടി. അപ്പൊ ആൻഡ് നോ, എ ആൻഡ് ടി എന്നല്ല പറയാ. എ ആൻഡ് ടി അല്ലെങ്കിൽ എ വിത്ത് ടി അല്ലെ എ പ്ലസ് ടി എന്നെ ഒരിക്കലും അവിടെ വരൂല. പിന്നെ വെറുതെ എനിക്ക് കിട്ടാൻ ലോജിക്കില്ലാത്ത ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. ലോജിക്കുള്ള ക്വസ്റ്റ്യൻ ആയിട്ട്